നമസ്കാരം. +1 ഫോക്കസ് ഏരിയ മാത്രം പഠിച്ച് A+ വാങ്ങാൻ നിങ്ങളെ സഹായിക്കുന്ന വീഡിയോ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഡെറിവേഷൻ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടത് മാക്സിമം ഹൈറ്റാണ്. മാക്സിമം ഹൈറ്റിനെ നമ്മൾ H എന്നുള്ള ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഈ പോയിന്റിൽ നിന്ന് ഒരു ഒബ്ജക്റ്റ്, ഒരു കല്ലെടുത്ത് എറിയുകയാണ്. അപ്പോൾ ആ കല്ല് പോകുന്ന വഴിയാണ് ഈ കാണിച്ചിരിക്കുന്ന കർവ്ഡ് പാത്ത്. അപ്പോൾ ഈ പാത്തിൻ്റെ ഏറ്റവും ടോപ്പുള്ള പോയിന്റ് ഏതാണ്? ഈ ഒരു പോയിന്റ് അല്ലേ? അപ്പോൾ ഈ പോയിന്റിൽ എത്തുമ്പോൾ ഉള്ള ഇതിൻ്റെ ഹൈറ്റ്, ആ ഹൈറ്റിനെ നമുക്ക് താഴെ നിന്ന് അതുവരെയുള്ള ഹൈറ്റ് H എന്നിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് മനസ്സിലാക്കേണ്ട മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? എറിയുന്ന സമയത്തുള്ള ഇനിഷ്യൽ വെലോസിറ്റി, അത് നമ്മൾ U എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇതാണ് യുവിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, ഇനി ആ ഇനിഷ്യൽ വെലോസിറ്റി ഗ്രൗണ്ടുമായിട്ടുണ്ടാകുന്ന ആംഗിളാണ് തീറ്റ. അങ്ങനെ ആ ഇനിഷ്യൽ വെലോസിറ്റിയെ നമുക്ക് രണ്ട് ആക്സിസിലായിട്ട് റിസോൾവ് ചെയ്യാം. അങ്ങനെ റിസോൾവ് ചെയ്യുമ്പോൾ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് U cos തീറ്റയും വെർട്ടിക്കൽ കമ്പോണൻറ്റ് U sin തീറ്റയും ആയിരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇനി നമുക്ക് ഇതെങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് എന്താണ് ആദ്യം ഇവിടെ മാക്സിമം ഹൈറ്റിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് വ്യക്തമായി പഠിച്ചു വെച്ചേക്കുക. ഇറ്റ് ഈസ് ദ മാക്സിമം വെർട്ടിക്കൽ ഡിസ്റ്റൻസ് അറ്റൈൻഡ് ബൈ ദ പ്രൊജക്റ്റൈൽ എബോവ് ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഓഫ് ദ പ്രൊജക്ഷൻ. പ്രൊജക്ഷൻ ചെയ്യുന്ന പോയിന്റിൽ നിന്ന് ആ ഒബ്ജക്റ്റ് അറ്റൈൻ ചെയ്യുന്ന പരമാവധി ഉയരം, ആ ഉയരത്തെയാണ് മാക്സിമം ഹൈറ്റ് എന്ന് വിളിക്കുന്നത്. ഒന്നുകൂടെ വായിച്ചു നോക്കാം. ഇറ്റ് ഈസ് ദ മാക്സിമം വെർട്ടിക്കൽ ഡിസ്റ്റൻസ്. വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇങ്ങനെയുള്ള ഡിസ്റ്റൻസിന് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അറ്റൈൻഡ് ബൈ ദ പ്രൊജക്റ്റൈൽ എബോവ് ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഓഫ് ദ പ്രൊജക്ഷൻ. ടു ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ മാക്സിമം ഹൈറ്റ് റീച്ച്ഡ്, ലെറ്റ് us കൺസിഡർ ദ വെർട്ടിക്കൽ മോഷൻ ഓഫ് ദ പ്രൊജക്റ്റൈൽ. അപ്പോൾ ഈ മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഏത് മോഷൻ മാത്രം കൺസിഡർ ചെയ്താൽ മതി? വെർട്ടിക്കൽ മോഷൻ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയും നമ്മൾ വെർട്ടിക്കൽ മോഷൻ മാത്രമായിരുന്നു കൺസിഡർ ചെയ്തത്. ഇവിടെ മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി വെർട്ടിക്കൽ മോഷൻ മാത്രം കൺസിഡർ ചെയ്താൽ മതി. അതായത് നമ്മൾ ഈ ഒരു ആക്സിസിലോട്ട് മാത്രം നോക്കിയാൽ മതി, ഈ ആക്സിസ് നമുക്ക് ആവശ്യമില്ല. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ വെർട്ടിക്കൽ മോഷൻ എന്ന് പറയുമെങ്കിലും വെർട്ടിക്കൽ മോഷൻ എന്ന് പറയുമ്പോൾ മുകളിലേക്ക് പോകുന്നതും താഴോട്ട് വരുന്നതും വെർട്ടിക്കൽ മോഷനാണ്. ഇവിടെ അവർ എഴുതിയതിൽ ഒരു ചെറിയ കറക്ഷനുണ്ട്. വെർട്ടിക്കൽ അപ്വേർഡ് മോഷൻ എന്നാക്കി മാറ്റണം അതിന്. കാരണം ഇവിടെ ഡൗൺവേർഡ് മോഷൻ നമുക്ക് ആവശ്യമില്ല. ഇവിടെ നിന്ന് മുകളിൽ എത്തുന്നത് വരെ ഈ ഒരു പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട്, അത് ഞാൻ ഇവിടെ വരച്ച് കാണിക്കാം. ഈ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ലെഫ്റ്റിൽ കിട്ടുന്ന ഈ ഹൈറ്റ്, അപ്പോൾ ഈ ഹൈറ്റിനെയാണ് നമ്മൾ മാക്സിമം ഹൈറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം മുകളിലേക്കുള്ള മോഷൻ മാത്രം എടുത്താൽ, താഴോട്ടുള്ള എടുക്കണ്ട. അപ്പോൾ മുകളിലേക്കുള്ള മോഷൻ മാത്രം എടുക്കുമെങ്കിൽ ഈ ഉയരത്തിനെ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വിളിക്കാം. ഡിസ്പ്ലേസ്മെൻറ്റിന് ഏത് ലെറ്റർ കൊടുക്കാം? H എന്ന ലെറ്റർ കൊണ്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ വൈ ഡയറക്ഷൻ, അതാണ് SY എന്ന് എഴുതിയിരിക്കുന്നത്. SY = H. ഇനി ഇനിഷ്യൽ വെലോസിറ്റി എത്രയാണ്? മുകളിലേക്ക് മൂവ് ചെയ്ത് തുടങ്ങുന്ന സമയത്തുള്ള ഇനിഷ്യൽ വെലോസിറ്റി U sin തീറ്റയാണ്. വെർട്ടിക്കൽ മോഷൻ മാത്രമല്ലേ നമ്മൾ എടുക്കുന്നുള്ളൂ, അതുകൊണ്ട് U cos തീറ്റ എടുക്കേണ്ട ആവശ്യമില്ല. U sin തീറ്റ മാത്രം എടുത്താൽ മതി. ഫൈനൽ വെലോസിറ്റി, ഈ കല്ല് മുകളിലേക്ക് പോകുന്തോറും വെലോസിറ്റി കുറഞ്ഞ് ഇവിടെ എത്തുമ്പോൾ വെലോസിറ്റി 0 ആയി മാറും. എന്നിട്ട് താഴോട്ട് കൂടി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ എടുക്കുന്നത് അപ്വേർഡ് മോഷൻ മാത്രമാണ്, മുകളിലേക്കുള്ള മോഷൻ മാത്രമായതുകൊണ്ട് ഇവിടെ എത്തുമ്പോൾ വെലോസിറ്റി കുറഞ്ഞ് 0 ആവുന്നു. അതുവരെ മതി. അപ്പോൾ ഫൈനൽ വെലോസിറ്റി എത്രയാണ്? ഫൈനൽ വെലോസിറ്റി 0 ആണ്. വെലോസിറ്റി ഇൻ ദ വൈ ഡയറക്ഷൻ ഫൈനൽ = 0. ഓക്കെ, ആക്സലറേഷൻ എത്രയാണ്? വെർട്ടിക്കൽ മോഷൻ എടുക്കുകയാണെങ്കിൽ ഏത് പോയിന്റ് എടുത്താലും, ഏത് ഇൻസ്റ്റന്റ് എടുത്താലും ആക്സലറേഷൻ -g ആണെന്ന് പറഞ്ഞിരുന്നു. ഇനി നമ്മൾ ഒരു കൈനമാറ്റിക് ഇക്വേഷനാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഏതൊക്കെയാണ് കൈനമാറ്റിക് ഇക്വേഷൻസ്? 3 കൈനമാറ്റിക് ഇക്വേഷൻസ് ഉണ്ട്. ഒന്ന് V = U + AT, 2 V² = U² + 2AS, 3 S = UT + ½ AT². ഇവിടെ എടുക്കേണ്ടത് V² = U² + 2AS ആണ്. ആ ഇക്വേഷൻ അതേപോലെ എഴുതിയിരിക്കുന്നു. പിന്നെ ഇവിടെ സഫിക്സ് വൈ ഡയറക്ഷനിലാണ് എടുക്കുന്നത്. ഓക്കെ, നമ്മൾ വെർട്ടിക്കൽ മോഷൻ മാത്രമാണ് എടുക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി വെലോസിറ്റിയുടെയും ആക്സിലറേഷൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും താഴെ സഫിക്സ് ആയിട്ട് y കൊടുത്തിട്ടുണ്ട്. അപ്പോൾ Vy² = Uy² + 2Ay Sy എന്ന് എഴുതാം. ആക്ച്വലി ഇക്വേഷൻ V² = U² + 2AS എന്ന് തന്നെയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഇക്വേഷനിൽ നമ്മൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന വാല്യൂസ് എല്ലാം ഇട്ട് കൊടുക്കുക. Vyയുടെ വാല്യൂ എത്രയായിരുന്നു? Vy 0 ആണ്. അപ്പോൾ Vy² പകരം 0² എന്ന് കൊടുക്കുക. Uyയുടെ വാല്യൂ എത്രയാണ്? Uy എന്ന് പറയുന്നത് U sin തീറ്റയാണ്. അപ്പോൾ Uy² പകരം U sin θ² പ്ലസ് 2 × AY, AYക്ക് പകരം -g കൊടുക്കുക. അപ്പോൾ 2 × -g × SYക്ക് പകരം H കൊടുക്കുക, H. ഓക്കെ, അപ്പോൾ 0² 0 എന്ന് കിട്ടും.
യു സൈൻ തീറ്റ ഹോൾ സ്ക്വയർ എടുക്കുമ്പോൾ യുവിൻ്റെ സ്ക്വയറും എടുക്കണം, സൈൻ തീറ്റയുടെ സ്ക്വയറും എടുക്കണം. യുവിൻ്റെ സ്ക്വയർ യു സ്ക്വയർ, സൈൻ തീറ്റയുടെ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് ഇതാ ഇവിടെ ഈ മൈനസും ഈ പ്ലസ് കൂടെ ചേർന്നിട്ട് മൈനസായി മാറും. അപ്പോൾ മൈനസ് 2 × g/h. ഓക്കെ, കാര്യം കഴിഞ്ഞു. ഇനി മൈനസ് 2gh എന്നുള്ള ടേമിനെ നമ്മൾ LHSൽ കൊണ്ടുവന്നാൽ മതി. അപ്പോൾ പ്ലസ് 2gh എന്നാവും. പ്ലസ് 2gh ഈസ് ഈക്വൽ ടു ബാക്കി എന്നുണ്ട് RHSൽ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. നമുക്ക് വേണ്ടത് എച്ചിൻ്റെ ഇക്വേഷൻ ആണല്ലേ. അപ്പോൾ എച്ച് മാത്രം ഇവിടെ നിർത്തിയിട്ട് ബാക്കിയെല്ലാം അപ്പുറത്ത് കൊണ്ടുപോയാൽ മതി. അതായത് ഇൻറ്റു 2g RHS കൊണ്ടുപോകുക. അപ്പോൾ ബൈ 2g എന്നാവും. അപ്പോൾ മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ എന്ത് കിട്ടും? യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. ഈ ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിക്കുകയും വേണം. ഇതിൻ്റെ ഡെറിവേഷനും പഠിക്കണം. ഡെറിവേഷനും ചോദിക്കും, ഈ ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലം ചോദിക്കും. അപ്പോൾ പ്രോബ്ലം ചോദിക്കുമ്പോൾ ഇക്വേഷൻ കാണാതെ അറിയാമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റൂ. അപ്പോൾ മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. ഇനി എപ്പോഴാണ് ഈ ഹൈറ്റ് മാക്സിമം കിട്ടുന്നത്? അതായത് നമുക്കൊരു കല്ല് ഈ ഒരു ആംഗിളിൽ എറിയാം, ഈ ഒരു ആംഗിളിൽ എറിയാം, ഇങ്ങനെ എറിയാം, ഇങ്ങനെ എറിയാം, വേണമെങ്കിൽ നേരെ മുകളിലോട്ട് എറിയാം. ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും നമുക്ക് ഈ കല്ലിനെ മുകളിലേക്ക് എറിയാൻ പറ്റും. ഏത് ആംഗിളിൽ എറിയുമ്പോഴാണ് മാക്സിമം ഹൈറ്റ് കിട്ടുന്നത്? ഇവിടെ സൈനിൻ്റെ വാല്യൂ മാറുമ്പോഴാണ് ഹൈറ്റ് മാറുന്നത്. ബാക്കി യുവും ജിയും ഒക്കെ കോൺസ്റ്റൻറ്റുകളാണ്. യു നമുക്ക് എത്ര വേണമെങ്കിലും സെറ്റ് ചെയ്ത് വെച്ചിട്ട് എറിയാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഒരു കോൺസ്റ്റൻറ്റ്, ഒരു ഡെഫിനറ്റ് വാല്യൂ ഓഫ് യുവിന് ഏത് ആംഗിൾ തീറ്റയിൽ എറിയുമ്പോഴാണ് മാക്സിമം ഹൈറ്റ് കിട്ടുന്നത്. ഓക്കെ, അത് അറിയാനായിട്ട് സൈൻ സ്ക്വയർ തീറ്റയാണ് ഉള്ളതല്ലേ. അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റയുടെ വാല്യൂ മാക്സിമം ആവണം. അതായത് സൈൻ തീറ്റയുടെ വാല്യൂ മാക്സിമം ആയാൽ മതി. സൈൻ തീറ്റ എപ്പോഴാണ് മാക്സിമം ആവുന്നത്? സൈൻ 90 ആകുമ്പോഴാണ്. സൈൻ തീറ്റയുടെ മാക്സിമം വാല്യൂ 1 ആണ്, മിനിമം വാല്യൂ 0 ആണ്. അപ്പോൾ സൈൻ തീറ്റ 1 ആവുന്നത് തീറ്റ 90 ഡിഗ്രി ആകുമ്പോഴാണ്. അപ്പോൾ വെൻ തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി, ഈക്വേഷൻ എങ്ങനെ മാറും? യു സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ 90 എന്നാവും അല്ലേ. സൈൻ 90 1 ആണ്, അപ്പോൾ 1 സ്ക്വയർ എന്നാവും. അപ്പോൾ 1 എന്നാവും. ഓക്കെ, യു സ്ക്വയർ ഇൻറ്റു 1/2g, അപ്പോൾ യു സ്ക്വയർ ബൈ 2g എന്ന് കിട്ടും. അപ്പോൾ അത്രയും കാര്യങ്ങൾ, ഇത്ര പാർട്ട് മാത്രം സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇതിന് 2 മാർക്കായിരിക്കും കിട്ടുന്നത്. ഇത്രയും ചോദിക്കുകയാണെങ്കിൽ 3 മാർക്കോ അല്ലെങ്കിൽ 4 മാർക്കോ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കേണ്ടത് ഹൊറിസോണ്ടൽ റേഞ്ചിൻ്റെ ഡെറിവേഷനാണ്. ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നിട്ട് ഒരു കല്ലെടുത്തിരിക്കുകയാണ്. ഈ കല്ല് ഇങ്ങനെ പോയി ഇവിടെ വന്ന് വീഴുന്നു. ഇതിനാണ് പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊജക്റ്റൈൽ മോഷനിൽ ഈ പോയിന്റിൽ നിന്ന് ഞാൻ വരച്ച് കാണിക്കാം. ഈ പോയിന്റിൽ നിന്ന് ഇവിടെ ഒരു ഇനിഷ്യൽ വെലോസിറ്റി യു കൊടുത്തിട്ടായിരിക്കും നമ്മൾ എറിയുന്നത്. അപ്പോൾ ഈ ആംഗിൾ തീറ്റ ആയിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ആംഗിൾ തീറ്റയാണ്. ഓക്കെ, അപ്പോൾ ഈ കല്ല് ഇങ്ങനെ പോയി ഇവിടെ വന്ന് വീഴും. അപ്പോൾ ഇത് ഈ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ, അതായത് എക്സ് ഡയറക്ഷനിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് വിളിക്കുന്നത്. ഈ ഡിസ്റ്റൻസിനെയാണ് ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് വിളിക്കുന്നത്, ഈ ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഏത് മോഷൻ ആയിരിക്കും എടുക്കേണ്ടത്? വെർട്ടിക്കൽ മോഷൻ എടുത്താൽ കിട്ടുമോ? ഇല്ല. ഇവിടെ നമ്മൾ എടുക്കേണ്ടത് ഹൊറിസോണ്ടൽ മോഷനാണ്. അപ്പോൾ ഈ യു എന്ന് പറയുന്ന ഈ ഒരു ഇനിഷ്യൽ വെലോസിറ്റി വെക്ടറിനെ നമ്മളിവിടെ രണ്ടായിട്ട് റിസോൾവ് ചെയ്യുമ്പോൾ ഇവിടെ യു കോസ് തീറ്റ എന്ന് കിട്ടും അല്ലേ. ഇവിടെ യു കോസ് തീറ്റ എന്ന് കിട്ടും. മുകളിലോട്ട് യു സൈൻ തീറ്റ എന്ന് കിട്ടും. അത് നമ്മൾ നോക്കേ വേണ്ട. ഇവിടെ നമ്മൾ യു കോസ് തീറ്റ മാത്രം എടുത്താൽ മതി. ഇനി ഈ യു കോസ് തീറ്റ എന്ന് പറയുന്നത് ഇനിഷ്യൽ വെലോസിറ്റിയാണ്. ഇങ്ങോട്ട് പോകുന്തോറും ഇതിൻ്റെ വെലോസിറ്റി മാറും? മാറില്ല. വെർട്ടിക്കൽ ഡയറക്ഷനിലെ വെലോസിറ്റി മാത്രമേ മാറത്തുള്ളൂ. നമ്മൾ ഏത് പോയിന്റ് എടുത്താലും ആ പോയിന്റിലെല്ലാം വാല്യൂ യു കോസ് തീറ്റ എന്ന് തന്നെയായിരിക്കും. യു കോസ് തീറ്റ എന്ന് തന്നെയായിരിക്കും എല്ലാ പോയിന്റിലെയും വാല്യൂ. ഏത് പോയിന്റ് എടുത്താലും യു കോസ് തീറ്റ ആയിരിക്കും. അപ്പോൾ വെലോസിറ്റി എല്ലാ പോയിന്റിലും കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്കിവിടെ കൈനമാറ്റിക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റൂല. കാരണം എന്താണ്? കൈനമാറ്റിക് ഇക്വേഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ അതിൽ ആക്സലറേഷൻ എന്നുള്ള ഒരു ടേം വേണം. ഇവിടെ കൈനമാറ്റിക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എസ് ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ടി എന്നുള്ള ഇക്വേഷനാണ്. അല്ലെങ്കിൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം, വി ഈസ് ഈക്വൽ ടു എസ് ബൈ ടി. അപ്പോൾ അത് മാത്രം അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എന്താണ് ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇറ്റ് ഈസ് ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ പ്രൊജക്റ്റൈൽ ഡ്യൂറിങ് ടൈം ഓഫ് ഫ്ലൈറ്റ്. ഇത് ഇവിടെ നിന്ന് എറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ഒരു ടൈം കഴിയുമ്പോഴാണ് ഇത് ഇവിടെ വന്ന് പതിക്കുന്നത്. അപ്പോൾ അത്രയും സമയം കൊണ്ട് ഇത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു, അതിനെയാണ് ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത്. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ടു ഫൈൻഡ് ദ എക്സ്പ്രഷൻ ഫോർ ഹൊറിസോണ്ടൽ റേഞ്ച് ലെറ്റ് us കൺസിഡർ ദ ഹൊറിസോണ്ടൽ മോഷൻ ഓഫ് ദ പ്രൊജക്റ്റൈൽ. ഹൊറിസോണ്ടൽ മോഷൻ മാത്രം എടുത്താൽ മതി, വെർട്ടിക്കൽ മോഷൻ എടുക്കേണ്ട ആവശ്യമില്ല. There is no acceleration along the horizontal direction. So horizontal motion is of uniform motion.
ഇത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നത് യൂണിഫോം മോഷനായിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സലറേഷൻ ഇല്ല. എല്ലാ പോയിന്റിലെയും വെലോസിറ്റി യു കോസ് തീറ്റ തന്നെയാണ്. ഏത് പോയിന്റ് എടുത്താലും യു കോസ് തീറ്റ എന്ന് കിട്ടും. അപ്പോൾ ഹൊറിസോണ്ടൽ റേഞ്ച് കിട്ടാനായി എന്ത് ചെയ്താൽ മതി? ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ് ചെയ്താൽ മതി. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നമ്മുടെ ഇക്വേഷൻ എന്താണ്? നമ്മുടെ ഇക്വേഷൻ എസ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം എന്നാണ് അല്ലേ? വെലോസിറ്റി ഇൻറ്റു ടൈം എന്നാണ്. ഈ എസ് തന്നെയല്ലേ നമ്മൾ എടുത്തിരിക്കുന്ന ആർ എന്ന് പറയുന്നത്? ഹൊറിസോണ്ടൽ റേഞ്ചല്ലേ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു എന്നെടുക്കാം. അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ പോയിന്റിലെയും വെലോസിറ്റി സെയിം ആണ്. എത്രയാണ്? യു കോസ് തീറ്റ. അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു യു കോസ് തീറ്റ ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ ടൈമാണ് അല്ലേ? ഇവിടെ നിന്ന് നമ്മൾ എറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് വീഴാൻ എടുക്കുന്ന ടൈമിനാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടൈമിന് നമുക്ക് ടി സഫിക്സ് എഫ് എന്ന് എഴുതാം, അതായത് ടൈം ഓഫ് ഫ്ലൈറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്താൽ മതി. യു കോസ് തീറ്റ ഇൻറ്റു ടി എഫ് ചെയ്താൽ മതി, നമുക്ക് ആൻസർ കിട്ടും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ്, അതായത് യു എക്സ്, അതായത് ഹൊറിസോണ്ടൽ വെലോസിറ്റി. അങ്ങനെ യു എക്സ് എന്ന് എഴുതണമെന്നില്ല. ആർ ഈസ് ഈക്വൽ ടു യു കോസ് തീറ്റ ഇൻറ്റു ടി എഫ് എന്ന് എഴുതിയാലും മതി. ഓക്കെ, ഇൻറ്റു ടി എഫ് എന്ന് പറഞ്ഞാൽ ടൈം ഓഫ് ഫ്ലൈറ്റ്. ഇനി ടൈം ഓഫ് ഫ്ലൈറ്റ് എത്രയായിരുന്നു? നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ് ടൈം ഓഫ് ഫ്ലൈറ്റ്? ഇവിടെ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ 2u sin theta by g എന്നായിരുന്നു. 2u sin theta by g. അത് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ വാല്യൂ അറിയാമെങ്കിലേ നമുക്ക് ഈ ഡെറിവേഷൻ ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ 2u sin theta by g എന്നിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്കിതിനെ ഒന്ന് അടുക്കി പറക്കി എഴുതാം. അപ്പോൾ ഇതിന് ഈ യു കോസ് തീറ്റയും 2u sin തീറ്റയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യുവും കൂടെ ചേർന്നിട്ട് യു സ്ക്വയർ എന്നാവും. പിന്നെ ഇവിടെ 2 ഉണ്ട്, ആ 2 അതേപോലെ എഴുതി. ഇനി കോസ് തീറ്റ സൈൻ തീറ്റ ഉണ്ട് അല്ലേ? അതിന് സൈൻ തീറ്റ കോസ് തീറ്റ എന്നെഴുതി. എന്തിനായിരിക്കും ഈ 2വിനെ രണ്ടാമത് എഴുതിയത്? ആദ്യം എഴുതാതെ നമ്മൾ സാധാരണ നമ്പേഴ്സിനൊക്കെ ആദ്യം എഴുതുന്നത്. ഇവിടെ രണ്ടാമത് എഴുതി എന്തിനായിരിക്കും? അതിന് കാര്യമുണ്ട്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ 2 ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ, അതിൻ്റെ വാല്യൂ നമുക്ക് മാത്സിൽ പഠിച്ചിട്ടുണ്ട്, അറിയാം. അറിയില്ലെങ്കിൽ ഇപ്പോഴെങ്കിലും പഠിക്കുക. 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ 2 തീറ്റയാണ്. സൈൻ 2 തീറ്റയെ എക്സ്പാൻഡ് ചെയ്താൽ കിട്ടുന്നതാണ് 2 സൈൻ തീറ്റ കോസ് തീറ്റ. അപ്പോൾ ഇവിടെ 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് കിട്ടിയപ്പോൾ നമുക്കതിനെ ചുരുക്കി സൈൻ 2 തീറ്റ എന്ന് എഴുതാം. ഓക്കെ, ബൈ താഴെ ഒരു ജി ഉണ്ടല്ലേ. അപ്പോൾ യു സ്ക്വയർ സൈൻ 2 തീറ്റ, ഇത് തെറ്റി വായിക്കരുത്, ഇത് സൈൻ സ്ക്വയർ തീറ്റ അല്ല, യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി ആണ്. അപ്പോൾ അതാണ് ഹൊറിസോണ്ടൽ റേഞ്ചിൻ്റെ ഇക്വേഷൻ, യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി. ഓക്കെ, ഈ ഇക്വേഷനും കാണാതെയും പഠിക്കണം, ഡെറിവേഷനും പഠിക്കണം. ഈ ഡെറിവേഷൻ പഠിക്കുമ്പോഴുള്ള പ്രത്യേകത എന്താണ്? മുമ്പ് പഠിച്ച 2 ഡെറിവേഷൻ എന്നുള്ള വ്യത്യാസം എന്താണ്? ഒന്നാമത്തെ ടൈം ഓഫ് ഫ്ലൈറ്റ് അറിഞ്ഞാലേ നമുക്ക് ഈ ഡെറിവേഷൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ് ആദ്യം പഠിക്കാനുള്ളത്. അത് കഴിഞ്ഞിട്ട് മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ പഠിക്കുക, പിന്നെ ഹൊറിസോണ്ടൽ റേഞ്ചിൻ്റെ ഇക്വേഷൻ പഠിക്കുക. ഓക്കെ, നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റ് പഠിച്ചപ്പോഴും മാക്സിമം റേഞ്ച് പഠിച്ചപ്പോഴും മാക്സിമം എത്ര ആവും എന്ന് പഠിച്ചായിരുന്നു. തീറ്റ ഏത് വാല്യൂ ആകുമ്പോഴാണ് അത് മാക്സിമം ആവുന്നത്. അതുപോലെ ഹൊറിസോണ്ടൽ റേഞ്ച് മാക്സിമം ആവുന്നത് എപ്പോഴാണ് നമുക്ക് നോക്കാം. ഹൊറിസോണ്ടൽ റേഞ്ച് ഈസ് മാക്സിമം വെൻ ഈ സൈനിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ അല്ലേ? സൈനിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ, അതായത് സൈൻ 2 തീറ്റ 1 ആകുമ്പോൾ. ഇവിടെ സൈൻ 2 തീറ്റ എന്നാണുള്ളത്. അപ്പോൾ സൈൻ 2 തീറ്റ ഇസ് ഈക്വൽ ടു 1. ഓക്കെ, സൈൻ എത്രയാണ് 1 ആവുന്നത്? സൈൻ 90 ഡിഗ്രിയാണ് 1 ആവുന്നത്. അപ്പോൾ ഈ 2 തീറ്റയുടെ വാല്യൂ ആണ് 90 ഡിഗ്രി അല്ലേ? തീറ്റ അല്ല, 2 തീറ്റയുടെ വാല്യൂ ആണ് 90 ഡിഗ്രി. അപ്പോൾ 2 തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, 2 തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി ആണെങ്കിൽ തീറ്റ കിട്ടാനായിട്ട് ഈ 2-നപ്പുറത്തുണ്ടായത്, അപ്പോൾ 90/2 എന്നാവും, അതായത് 45 ഡിഗ്രി. അപ്പോൾ നമ്മൾ 45 ഡിഗ്രി ആംഗിളിൽ എറിയുമ്പോഴായിരിക്കും മാക്സിമം ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത്. ഒരു ഒബ്ജക്റ്റ് മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത് 45 ഡിഗ്രി എറിയുമ്പോഴായിരിക്കും, 45 ഡിഗ്രി ആംഗിളിൽ എറിയുന്ന സമയത്തായിരിക്കും. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ കിട്ടും? ഈ സൈൻ 2 തീറ്റയുടെ വാല്യൂ 1 കിട്ടും അല്ലേ? അപ്പോൾ യു സ്ക്വയർ ഇൻറ്റു 1/g എന്ന് കിട്ടും അല്ലേ? അപ്പോൾ യു സ്ക്വയർ ബൈ ജി. അപ്പോൾ മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആർ മാക്സ് ഇസ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ 2g എന്ന് എഴുതാം. ഇത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. എങ്ങനെയാണ് ചോദിക്കുന്നതെന്ന് അറിയാമോ? വാട്ട് ഈസ് ദ ആംഗിൾ അറ്റ് വിച്ച് എ പ്രൊജക്റ്റൈൽ ഗെറ്റ്സ് മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച്? ഏത് ആംഗിളിലാണ് ഒരു പ്രൊജക്റ്റൈലിന് മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് കിട്ടുന്നത്? ഇത് ഉപയോഗപ്പെടുത്തുന്ന റിയൽ സിറ്റുവേഷൻ വെച്ചിട്ടും പ്രോബ്ലം വരാം. അതിനുദാഹരണമാണ് ജാവലിൻ ത്രോയും ഡിസ്കസ് ത്രോയും. ജാവലിൻ ത്രോ അല്ലെങ്കിൽ ഡിസ്കസ് ത്രോ, ഇതിൽ രണ്ടിലും ചെയ്യുന്ന എന്താണ്? ജാവലിനോ അല്ലെങ്കിൽ ഡിസ്കോ എടുത്തിട്ട് നമ്മൾ എറിയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഷോർട്ട് പുട്ട്, അതും എക്സാമ്പിളാണ്. ഈ 3 സ്പോർട്സ് ഐറ്റംസിലും നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ജാവലിൻ അല്ലെങ്കിൽ ഷോർട്ട് പുട്ട് അല്ലെങ്കിൽ ഡിസ്ക് എടുത്തിട്ട് നമ്മൾ കറക്കി അല്ലെങ്കിൽ ആഞ്ഞ് എറിയാണ് ചെയ്യുന്നത്. അപ്പോൾ എറിയുമ്പോഴത്തേക്ക് അത് എത്ര ദൂരെ ചെന്ന് വീഴുന്നോ അതിനാണ് പോയിന്റ്. കൂടുതൽ ഡിസ്റ്റൻസ് ദൂരെ എറിയുന്ന ആൾക്കാണ് 1ാം സമ്മാനം കിട്ടുന്നത്.
അപ്പോൾ മാക്സിമം ഡിസ്റ്റൻസ് വേണമെങ്കിൽ അവർ 45 ഡിഗ്രി തറയിൽ നിന്നും ഉയർത്തിയായിരിക്കും എറിയുന്നത്. അതായത് ഇതൊരു ജാവലിൻ ത്രോ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ജാവലിൻ നിങ്ങൾ ഇവിടെ നിന്നിട്ടാണ് എറിയുന്നതെങ്കിൽ നമുക്കിതാ ഇങ്ങോട്ടെറിയാം, നേരെ മുകളിലേക്ക് എറിയാം അല്ലേ. അപ്പോൾ ഈ ആംഗിളുകളിൽ ഏകദേശം നമുക്ക് നോക്കുമ്പോൾ ഒരു ഏകദേശം 45 ഡിഗ്രി വരുന്ന ആംഗിളിൽ നേരെ മുകളിലോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ, നേരെ മുകളിലോട്ടല്ല, ഈ ഗ്രൗണ്ടിൽ നിന്ന് 45 ഡിഗ്രി ആംഗിളിൽ എറിഞ്ഞു കഴിഞ്ഞാൽ ഇത് പരമാവധി ദൂരമൊന്നും വീഴും. ഓക്കെ, അപ്പോൾ ഇതും പ്രോബ്ലമായിട്ട് ചോദിക്കാം. എങ്ങനെയായിരിക്കും അതിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത്? ഒരു ജാവലിൻ ത്രോ കോമ്പറ്റീഷൻ്റെ സമയത്ത് an athlete is ready to throw his javelin. At what angle will he get maximum horizontal distance എന്നും പറഞ്ഞ് ചോദിക്കാം, അല്ലെങ്കിൽ മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് എന്നും പറഞ്ഞ് ചോദിക്കാം. ഏത് ആംഗിളിൽ എറിഞ്ഞാലാണ് പരമാവധി ഹൊറിസോണ്ടൽ റേഞ്ചിൽ അയാൾക്ക് എറിയാൻ കഴിയുക എന്ന് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ എഴുതേണ്ട ആൻസർ എത്ര ഡിഗ്രി എന്നാണ്? 45 ഡിഗ്രി എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ അതാണ് ആൻസർ. ഈ 3 ഡെറിവേഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമുക്കൊരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ നോക്കാം. Give the relation between maximum height and maximum horizontal distance for a given initial velocity. ഒരു ഗിവൺ ഇനിഷ്യൽ വെലോസിറ്റിക്ക് മാക്സിമം റേഞ്ചും മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും. മാക്സിമം റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം ഹൈറ്റ് h ആണ്. മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്താണ്? r ആണ്. അപ്പോൾ h ഉം r ഉം തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും? ഓക്കെ, നമുക്കറിയാം മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ നമ്മളവിടെ പഠിച്ചിരുന്നു. ഓക്കെ, h = u² sin² θ/2g എന്നാണ്. അതിൽ sin² θയ്ക്ക് 1 ആയപ്പോൾ u²/2g എന്ന് കിട്ടി. അതേപോലെ ഹൊറിസോണ്ടൽ റേഞ്ചിൻ്റെ ഇക്വേഷൻ u² sin 2 θ/g എന്നാണ്. അതും മാക്സിമം ആവുന്നത് എപ്പോഴാണ്? u² × sin 90 ആവുക, അതായത് u² × 1/g, അതായത് u²/g. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള റിലേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ h മാക്സിൻ്റെ ഇക്വേഷനും ഈ ഇക്വേഷനും r മാക്സിൻ്റെ ഇക്വേഷനും എഴുതുക. ഇതിനൊരു 2 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ഇതിനൊരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2u²/g എന്ന് കിട്ടും അല്ലേ, 2g എന്ന് കിട്ടും. 2u²/2g എന്ന് കിട്ടും. അപ്പോൾ ഈ 2 2 ക്യാൻസൽ ആയി പോകും. ഓക്കെ, അപ്പോൾ ഇവിടെയും ഈ ഇക്വേഷൻ്റെ RHSലും LHSലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2 × hmax = 2 × u²/2g എന്ന് കിട്ടും. അപ്പോൾ 2 2 ക്യാൻസൽ ആയി പോയാൽ u²/g എന്ന് കിട്ടും. അപ്പോൾ അത് തന്നെയല്ലേ ഇവിടെ കിടക്കുന്നത്. അപ്പോൾ u²/2g ആവാൻ വേണ്ടി ഇവിടെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ rmax = 2 × hmax എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, rmax = 2 × hmax. അപ്പോൾ അതാണ് രണ്ട് തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, അടുത്ത വേറൊരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ദ ഹൊറിസോണ്ടൽ റേഞ്ച് ഓഫ് എ പ്രൊജക്റ്റൈൽ ത്രോൺ അറ്റ് ആൻ ആംഗിൾ തീറ്റ ഈസ് r. തീറ്റ ആംഗിളിൽ എറിയുന്ന ഒരു പ്രൊജക്റ്റൈലിൻ്റെ ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത് r ആണ്. r എന്നുള്ള ലെറ്ററാണ്. ഇത് എത്രയാണെന്നൊന്നും തന്നിട്ടില്ല, r എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു. സജസ്റ്റ് അനദർ ആംഗിൾ ഫോർ വിച്ച് ദ റേഞ്ച് ഈസ് ദ സെയിം. അതേ റേഞ്ച് കിട്ടാൻ തീറ്റ ആംഗിളിൽ എറിഞ്ഞപ്പോൾ, ഉദാഹരണത്തിന് 30 ഡിഗ്രിയിൽ എറിഞ്ഞപ്പോൾ അത് ഒരു എത്ര മീറ്റർ പോയി എന്നെടുക്കാം? നമുക്കൊരു 10 മീറ്റർ ദൂരെ വീണു എന്നെടുക്കാം. 30 ഡിഗ്രി ആംഗിളിൽ എറിഞ്ഞപ്പോൾ 10 മീറ്റർ ദൂരെ വീണു. അങ്ങനെയാണെങ്കിൽ ഈ 10 മീറ്റർ ദൂരെ തന്നെ വീഴാൻ നമുക്ക് ഇതേ വെലോസിറ്റിയിൽ വേറെ ഏത് ആംഗിളിൽ എറിഞ്ഞാൽ സാധിക്കും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ വളരെ സിമ്പിളാണ്. 90യിൽ നിന്ന് തന്നിരിക്കുന്ന ആംഗിൾ കുറച്ചാൽ മതി. 90 - θ എടുത്താൽ മതി. ഓക്കെ, 90 - θ എടുക്കുമ്പോഴത്തേക്ക് 30 അല്ലേ നമ്മൾ ആദ്യം പറഞ്ഞത്. അപ്പോൾ 90 - 30 എടുക്കുമ്പോൾ 60 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ 30 ഡിഗ്രിയിൽ എറിഞ്ഞാലും 60 ഡിഗ്രിയിൽ എറിഞ്ഞാലും നമുക്ക് ഒരേ റേഞ്ച് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ 60 ഡിഗ്രി ആൻഡ് 30 ഡിഗ്രി 60 ഡിഗ്രി ആൻഡ് 30 ഡിഗ്രി ഹൊറിസോണ്ടൽ റേഞ്ച് ഈസ് ദ സെയിം. ഓക്കെ, വേറൊരു ആംഗിൾ എടുത്ത് നോക്കാം. 40 ഡിഗ്രി എടുത്ത് നോക്കാം. 40 ഡിഗ്രിയാണ് തീറ്റ എന്ന് തന്നിരുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ 90 - 40 എടുക്കുക. അപ്പോൾ നമുക്ക് 50 എന്ന് കിട്ടും. അപ്പോൾ 40യും 50യും 40 ഡിഗ്രിയിൽ എറിഞ്ഞാലും 50 ഡിഗ്രിയിൽ എറിഞ്ഞാലും ഒരേ ആംഗിളായിരിക്കും വരുന്നത്. അതിൻ്റെ ഒരു വിഷ്വലൈസേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. 30 ഡിഗ്രിയിൽ എറിയുമ്പോൾ ഈ പാത്തിൽ കൂടെ പോയിട്ട് ഇവിടെ വന്ന് വീഴും. 60 ഡിഗ്രിയിൽ എറിയുമ്പോഴാണ് ഇത് കുറച്ചുകൂടെ മുകളിൽ പോവും, പക്ഷേ പോകുന്ന ഹൊറിസോണ്ടൽ റേഞ്ച് സെയിം ആയിരിക്കും. അതേ പോയിന്റിൽ തന്നെ ആയിരിക്കും വന്ന് വീഴുന്നത്. ഓക്കെ, അതായത് 1 ഡിഗ്രിയിൽ എറിഞ്ഞാലും 89 ഡിഗ്രിയിൽ എറിഞ്ഞാലും ഒരേ റേഞ്ച് ആയിരിക്കും കിട്ടുന്നത്. 2 ഡിഗ്രിയിൽ എറിഞ്ഞാലും 88 ഡിഗ്രിയിൽ എറിഞ്ഞാലും ഒരേ റേഞ്ച് ആയിരിക്കും കിട്ടുന്നത്. 10 ഡിഗ്രിയിൽ എറിഞ്ഞാലും 80 ഡിഗ്രിയിൽ എറിഞ്ഞാലും ഒരേ റേഞ്ച് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. 2 ആംഗിളും കൂടെ കൂട്ടിയാൽ 90 കിട്ടണം, അല്ലെങ്കിൽ ഒരു ആംഗിൾ 90യിൽ നിന്ന് കുറച്ചാൽ മറ്റേ ആംഗിൾ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട 1-2 ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് നോക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട 1-2 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. എ ബോയ് ക്യാൻ ത്രോ എ ബോൾ ടു എ മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഓഫ് 100 മീറ്റർ. ഒരു കുട്ടിക്ക് ഒരു ക്രിക്കറ്റ് ബോൾ എടുത്ത് മാക്സിമം 100 മീറ്റർ ഡിസ്റ്റൻസ് വരെ എറിയാൻ പറ്റും. അതിനുള്ള ആരോഗ്യം അവനുണ്ട്, അതിനുള്ള സ്ട്രെങ്ത് അവനുണ്ട്.
വിത്ത് ദ സെയിം സ്പീഡ്, അതേ സ്പീഡിൽ, പക്ഷേ ഇവിടെ സ്പീഡ് എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല, അതാണ് നമ്മളിവിടെ ട്രിക്കി ആയിട്ട് വെച്ചിരിക്കുന്നത്. അതേ സ്പീഡിൽ ഹൗ മച്ച് ഹൈ എബവ് ദ ഗ്രൗണ്ട് ക്യാൻ ഹി ത്രോ ദ സെയിം ബോൾ. അതേ വെലോസിറ്റിയിൽ എത്ര ഉയരത്തിൽ വരെ അവനെറിയാൻ പറ്റും. ഓക്കെ, അവിടെ ചോദിച്ചിരിക്കുന്നത് ഈ റേഞ്ചും മാക്സിമം ഹൈറ്റും തമ്മിലുള്ള റിലേഷൻ അല്ലേ. അതായത് അവന് മാക്സിമം 100 മീറ്റർ ഡിസ്റ്റൻസിൽ എറിയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അവന് അതേ വെലോസിറ്റിയിൽ എത്ര ഉയരത്തിലോട്ട് എറിയാൻ പറ്റും. ഏറ്റവും ഉയരത്തിൽ എറിയാൻ പറ്റുന്നത് 90 ഡിഗ്രിയിൽ എറിയുമ്പോഴാണ്, അതായത് നേരെ മുകളിലോട്ട് എറിയുമ്പോൾ, വെർട്ടിക്കലി മുകളിലോട്ട് എറിയുമ്പോഴാണ് മാക്സിമം ഹൈറ്റിൽ പോകുന്നത്. ഓക്കെ, അതേപോലെ മാക്സിമം ഡിസ്റ്റൻസ്, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കിട്ടുന്നത് 45 ഡിഗ്രിയിൽ എറിയുമ്പോഴാണ്. ഓക്കെ, നമുക്ക് അതൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് മാത്രം ആലോചിച്ചാൽ മതി, നമുക്കത് ഈ ഒരു റിലേഷൻ മാത്രം ആലോചിച്ചാൽ മതി. ആർ മാക്സ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എച്ച് മാക്സ്. മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു മാക്സിമം ഹൈറ്റ്. മാക്സിമം ഹൈറ്റിൻ്റെ ഡബിൾ ആയിരിക്കും. അപ്പോൾ ആർ മാക്സ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എച്ച് മാക്സ്. നമുക്ക് ആർ മാക്സ് എത്രയാണ് തന്നിട്ടുണ്ട്, എത്രയാണ് 100. അപ്പോൾ അവിടെ 100 എന്ന് വാല്യൂ കൊടുക്കുക. അപ്പോൾ 100 ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എച്ച് മാക്സ്. അപ്പോൾ എച്ച് മാക്സ് ഇസ് ഈക്വൽ ടു 100/2, 50 മീറ്റർ അല്ലേ. അപ്പോൾ 50 മീറ്റർ എന്നാണ് നമുക്ക് കിട്ടുന്നത്. അവൻ എറിയാൻ പറ്റുന്ന പരമാവധി ഉയരം 50 മീറ്റർ ഉയരത്തിലോട്ടായിരിക്കും ആ കുട്ടിക്ക് ആ ബോൾ എടുത്ത് എറിയാൻ പറ്റുക. അത്രേ ഉള്ളൂ. വേറെ ക്വസ്റ്റ്യൻ നോക്കാം. സീലിംഗ് ഓഫ് എ ഹോൾ ഈസ് 25 മീറ്റർ ഹൈ. ഒരു ഹോളുണ്ട്, ആ ഹോളിൻ്റെ സീലിംഗ് 25 മീറ്റർ ഹൈറ്റ് ഉണ്ട്. അപ്പോൾ നമുക്കത് പടം വരച്ചു പോവാം. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഹോള്. ആ ഹോളിനെ നമ്മൾ സൈഡിൽ നിന്ന് നോക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഹൈറ്റ് 25 മീറ്ററാണ്. 25 മീറ്ററാണ് ഈ ഹോളിൻ്റെ ഹൈറ്റ്. ഓക്കെ, വാട്ട് ഈസ് ദ മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ദാറ്റ് എ ബോൾ ക്യാൻ ബി ത്രോൺ വിത്ത് എ സ്പീഡ് ഓഫ് 40 മീറ്റർ പെർ സെക്കൻഡ് ക്യാൻ ഗോ വിത്തൗട്ട് ഹിറ്റിംഗ് ദ സീലിംഗ് ഓഫ് ദ ഹോൾ. അതായത് 40 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ എറിയുന്ന ഒരു ബോളിന് എത്ര റേഞ്ച് വരെ കിട്ടും. വാട്ട് ഈസ് ദ മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ റേഞ്ചാണ്, ആറാണ്. ദാറ്റ് ദ ബോൾ ക്യാൻ ബി ത്രോൺ വിത്ത് എ സ്പീഡ് ഓഫ് 40 മീറ്റർ പെർ സെക്കൻഡ്. 40 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലാണ്, അത് ഇനിഷ്യൽ വെലോസിറ്റിയിലാണ് എറിയുന്നത്. അപ്പോൾ നമുക്ക് പല ആംഗിളിൽ എറിയാം. ഇങ്ങനെ എറിഞ്ഞാൽ ഇത് ഇങ്ങനെ പോകും, ഇങ്ങനെ എറിഞ്ഞാൽ ഇങ്ങനെ പോകും. പിന്നെ ആംഗിൾ കൂട്ടിക്കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ മുകളിലൊന്ന് തട്ടും. പക്ഷെ മുകളിൽ തട്ടാതെ ഇതിന് പരമാവധി എത്ര ഡിസ്റ്റൻസ് വരെ എറിയാൻ പറ്റും. നമുക്കപ്പോൾ അതിൻ്റെ ഒരു പടം വരച്ച് നോക്കാം. ഇങ്ങനെ എറിയുന്നു, അതിങ്ങനെ പോയി തട്ടാതെ ഇവിടെ വന്ന് വീഴുന്നു. ഓക്കെ, ഇവിടെ വന്ന് വീഴുന്നു. ഇതാണ് എൻ്റെ പടം. അപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി എത്ര തന്നിട്ടുണ്ട്? ഇനിഷ്യൽ വെലോസിറ്റി 40 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട് അല്ലേ. ഇതാണ് 40 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡ്. ഓക്കെ, ഈ ആംഗിൾ തീറ്റയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഏത് ആംഗിളിൽ എറിഞ്ഞാലാണ് കണ്ടുപിടിക്കേണ്ടത്? അത് ചോദിച്ചിട്ടില്ല. പക്ഷേ നമുക്ക് ചോദിച്ചിരിക്കുന്നത് മാക്സിമം ഹൊറിസോണ്ടൽ, ഈ ഹൊറിസോണ്ടൽ റേഞ്ച് ആർ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൊറിസോണ്ടൽ റേഞ്ച് ആർ എത്ര. ഓക്കെ, തീറ്റ ഉണ്ടെങ്കിലേ നമുക്ക് ആർ കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ആർ എന്നുള്ളതിൻ്റെ ഇക്വേഷൻ എന്താണ്? u² sin 2θ/g എന്നാണ്. അപ്പോൾ തീറ്റ ഉണ്ടെങ്കിലേ ആർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 25 മീറ്റർ എന്നുള്ള ഇൻപുട്ട് വെച്ചിട്ട് ആംഗിൾ തീറ്റ ആദ്യം കണ്ടുപിടിക്കുക. തീറ്റ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ 40 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള സ്പീഡും അതേപോലെ ഈ തീറ്റയും വെച്ചിട്ട് ഹൊറിസോണ്ടൽ റേഞ്ച് കണ്ടുപിടിക്കുക. ഓക്കെ, അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ എഴുതുക. മാക്സിമം ഹൈറ്റ് h is equal to u² sin² θ/2g എന്നാണ്. ഓക്കെ, h is equal to u² sin² θ/2g. ഇതിൻ്റെ അകത്ത് h നമുക്കറിയാം മാക്സിമം 25 മീറ്ററാണ് ഹൈറ്റ്. അത് അത്രയും അതിൻ്റെ തൊട്ട് താഴെ കൂടെ വരെ അത് പോകും അല്ലേ. അപ്പോൾ മാക്സിമം ഉയരത്തിൽ നമുക്കറിയാം, തട്ടാതിരിക്കുന്ന മാക്സിമം ഉയരം അത് 25 മീറ്ററാണ്. അപ്പോൾ എച്ചിന് നമുക്ക് 25 മീറ്റർ എന്ന് കൊടുക്കാം. u² sin² θ/2gയിൽ യുവിൻ്റെ വാല്യൂ 40 മീറ്റർ പെർ സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ അതും കൊടുക്കുക. u² 40² എന്ന് കൊടുക്കുക. sin² θ അതേപോലെ ഇട്ടുക, കാരണം നമുക്ക് തീറ്റ അറിഞ്ഞുകൂടാ. തീറ്റ കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. /2g, 2 ഇൻറ്റു ജിയുടെ വാല്യൂ 9.8. ഓക്കെ, ഇത്രയും കൊടുക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് അൺനോൺ ആയിട്ടുള്ള ഒരേ ഒരു വാല്യൂ sin² θ ആണ്. അപ്പോൾ sin² θയുടെ ഇക്വേഷൻ കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? ഈ 2 ഇൻറ്റു 9.8 ഇപ്പുറത്ത് കൊണ്ടുപോകുക. അപ്പോൾ 2 ഇൻറ്റു 9.8 ഇൻറ്റു 25 എന്ന് വരും. ഓക്കെ, 2 ഇൻറ്റു 9.8 ഇൻറ്റു 25. 40² ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. അത് ഇപ്പുറത്ത് പോകുമ്പോഴത്തേക്ക് /40² എന്നാവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാൽക്കുലേറ്റർ അടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു ചെറിയ കറക്ഷൻ ഉണ്ട്. ഇതല്ല കിട്ടുന്നത്. ഇത്രയും ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 0.306 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഈ വാല്യൂ നിങ്ങൾ കാൽക്കുലേറ്റർ അടിച്ച് നോക്കുമ്പോൾ 0.306 എന്ന് കിട്ടും. അപ്പോൾ sin² θ ആണ് 0.306 എന്ന് പറയുന്നത്.
അപ്പോൾ അതിൻ്റെ റൂട്ട് എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 0.55 എന്ന് കിട്ടും. ഓക്കെ, അതായത് സൈൻ തീറ്റ കിട്ടാനായിട്ട് സൈൻ സ്ക്വയർ തീറ്റയിൽ നിങ്ങൾക്ക് 0.306 എന്ന് കിട്ടിയാൽ, അപ്പോൾ സൈൻ തീറ്റ കിട്ടാനായിട്ട് ഇതിൻ്റെ റൂട്ട് എടുത്താൽ മതി. ഇതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ സൈൻ തീറ്റ =0.55 എന്ന് കിട്ടും. സൈൻ തീറ്റ 0.55 കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അതിൽ നിന്ന് തീറ്റ കണ്ടുപിടിക്കാൻ പിന്നെ വളരെ എളുപ്പമാണ്. തീറ്റ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ കാൽക്കുലേറ്ററിൽ ഷിഫ്റ്റ് അടിച്ച് സൈൻ അടിക്കുക. അപ്പോൾ സൈൻ ഇൻവേഴ്സ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ വരും. സൈൻ ഇൻവേഴ്സ് ഓഫ് 0.55 കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ 33.36 നിങ്ങൾക്ക് ആൻസർ കിട്ടും. 33.36 ആണ് തീറ്റ. അപ്പോൾ നമ്മൾ തീറ്റ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് യു ഉണ്ട്, തീറ്റ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ റേഞ്ച് കണ്ടുപിടിക്കാൻ പാടില്ലല്ലോ. റേഞ്ച് R = U² sin 2θ/g ആണ്. വാല്യൂസ് എല്ലാം അറിയാം. യുവിൻ്റെ വാല്യൂ എത്രയാണ്? 40 m/s ആണ്. കൊടുക്കുക 40². sin 2θ സൈൻ ഓഫ് 2 × അവിടെ ഒരു ബ്രാക്കറ്റ് കൊടുക്കണം കേട്ടോ. ബ്രാക്കറ്റ് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് തെറ്റും, കാൽക്കുലേറ്റർ അടിക്കുമ്പോൾ തെറ്റും. സൈൻ ഓഫ് 2 × തീറ്റയുടെ വാല്യൂ എത്രയാണ്? 33.36. ഓക്കെ, ബൈ ജിയുടെ വാല്യൂ 9.8. അത്രയും അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ 149.97 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ആ ഹോളിൽ എറിയാൻ പറ്റുന്ന മാക്സിമം റേഞ്ച് 149.97 മീറ്ററാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ മോഷൻ ഇൻ എ പ്ലെയിനിൻ്റെ എല്ലാ പാർട്ടുകളും ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ 2 ക്വസ്റ്റ്യൻസ് ചെയ്തു, തിയറി ഫുള്ള് പഠിച്ചു. അപ്പോൾ ഇത്രയും തിയറി നിങ്ങൾ വ്യക്തമായി പഠിക്കുക. പ്രധാനപ്പെട്ട കാര്യം ഈ 3 ഡെറിവേഷൻസും അതിൻ്റെ ഇക്വേഷൻസ് കാണാതെ പഠിക്കുന്നതുമാണ്. അത് വെച്ച് പ്രോബ്ലംസ് ചോദിക്കാം, ഡെറിവേഷൻ ചോദിക്കാം. അതേപോലെ ഒന്നാമത്തെ പാർട്ടിൽ എന്തായിരുന്നുണ്ടായിരുന്നു? വെക്റ്റർ, സ്കെയിലർ, അത് തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെക്റ്റേഴ്സ്, ഇതൊക്കെ ആയിരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതും പഠിക്കുക. വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിന്നുള്ള പരമാവധി, ഞാൻ തുടക്കത്തിൽ ഒന്നാമത്തെ പാർട്ടിൽ പറഞ്ഞിരുന്നു, പരമാവധി നമുക്ക് 10 മാർക്ക് വരെ സ്കോർ ചെയ്യാം. ഓക്കെ, കുറഞ്ഞത് 8 മാർക്കെങ്കിലും കിട്ടും, പരമാവധി 10 മാർക്ക് വരെ കിട്ടും മാക്സിമം. അപ്പോൾ ഈ വീഡിയോയുടെ മറ്റ് പാർട്ടുകൾ ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ടെലിഗ്രാം ചാനലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ PDF നോട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. അടുത്ത ചാപ്റ്ററുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. ഗുഡ് ബൈ.